ഹലോ വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ബൈറ്റ് ചോക്ലേറ്റ് മേക്കിംഗ് ട്യൂട്ടോറിയൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോക്ലേറ്റിൻ്റെ രണ്ട് ടൈപ്പ് മിൽക്കും അതുപോലെ ഡാർക്കുമാണ് ഇപ്പോൾ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. രണ്ടും ഓരോ പീസ് ഇട്ടിട്ടുള്ളത്. പിന്നെ നിങ്ങൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വലിയ പീസുകൾ, ഞാൻ കുറച്ച് ചെറിയ പീസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ പീസുകളും അങ്ങനെ ഇട്ടിട്ട് മെൽറ്റ് ചെയ്യരുത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് വെള്ളത്തിൻ്റെ മേലെ നിന്ന് ഇറക്കി വെച്ച് ഒന്ന് ഇളക്കി, പിന്നെ അത് ചൂട് ആറിയെന്ന് കാണുമ്പോൾ വീണ്ടും വെള്ളത്തിൻ്റെ മേലേക്ക് തന്നെ വെച്ച് ഡബിൾ ബോയിൽ ചെയ്ത് അങ്ങനെ ശ്രദ്ധിച്ചാണ് ചെയ്യണത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് സൈസിലുള്ള ചോക്ലേറ്റുകൾ ഇടുമ്പോൾ ചെറുതൊക്കെ പെട്ടെന്ന് മെൽറ്റായി പോകും. എന്നിട്ട് വലുത് മെൽറ്റാവാതെ അവിടെ കിടക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഈ ഓൾറെഡി മെൽറ്റായിട്ടുള്ള ചോക്ലേറ്റിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോവുകയും അത് ഡ്രൈ ആവുകയും പിരിഞ്ഞ പോലെ ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് സാവധാനം മെൽറ്റായിട്ട് വരട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു മോൾഡഡ് ചോക്ലേറ്റ് ആണ് കേട്ടോ. നമ്മൾ സോഫ്റ്റ് സെൻറ്റർ ചോക്ലേറ്റ് തന്നെയാണ് കാണിക്കുന്നത്. അത് പിന്നെ മോൾഡ് ചെയ്തെടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഞാൻ കപ്പിലാണ് ചെയ്ത് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. കൂടുതൽ നന്നായിരിക്കുക നമ്മൾ മോൾഡുകളിൽ, നമുക്ക് വലുതോ ചെറുതോ ആയിട്ടുള്ള നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള മോൾഡുകളിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ കൂടുതൽ പെർഫെക്ഷൻ കിട്ടുക. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു രീതി ഒന്ന് കണ്ടു നോക്കുക, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ വാങ്ങിക്കാനൊക്കെ കിട്ടാറുണ്ടല്ലോ നമുക്ക് ചോക്ലേറ്റിനകത്ത് ഐസ്ക്രീം ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ മോൾഡ് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ഐസ്ക്രീം ഫില്ല് ചെയ്യാം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ ചോക്കോബാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അത് ഡിപ്പ് ചെയ്യുന്ന രീതിയാണ്. അതായത് ഐസിനെ നന്നായിട്ട് കട്ടയാക്കി എടുത്തതിന് ശേഷം ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുക. പിന്നെയുള്ള ഒരു രീതിയാണ് ഇത്. ആദ്യം നമ്മൾ ചോക്ലേറ്റിനെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഐസ്ക്രീമിനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒരു റിസ്ക് പിടിച്ച പണി. ഓൾറെഡി ഐസ്ക്രീം നന്നായിട്ട് കട്ടയായിട്ട് ഇരിക്കുമ്പോൾ അത് ചോക്ലേറ്റിൽ മുക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അത്ര റിസ്ക് ഒന്നുമില്ല. പക്ഷേ ഇത് പിന്നെ പൊട്ടിപ്പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് പുറത്തേക്ക് എടുത്ത് പിന്നെ അതിനെ ഉണക്കിയെടുത്ത് അങ്ങനെ ഒന്നുമല്ല. ഇത് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാനും കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഫ്രീസറിൽ തന്നെ വെക്കാൻ പറ്റുള്ളൂ. കാരണം ഐസ്ക്രീമാണ് അകത്ത്. പിന്നെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആകെ വെള്ളം പോലെ ആയിരിക്കും പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുക, അങ്ങനെ തന്നെ സെയിൽ ചെയ്യുക. പിന്നെ അപ്പോൾ ഞാൻ ഈ കപ്പിലൊന്ന് ചോക്ലേറ്റ് ഒരു കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും ഇത് നമ്മൾ വലിയ കപ്പുകളിലൊക്കെ ചെയ്യുമ്പോൾ ഒരു കോട്ടല്ല, ഒരു 2 കോട്ടൊക്കെ ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഒരു 2 കോട്ടെങ്കിലും ചെയ്താലേ ഇത് പൊട്ടാതെ ഇരിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ മോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ 2 കോട്ട് ചെയ്യാനുള്ളൊരു സ്പേസ് ചിലപ്പോൾ ചെറിയ മോൾഡുകളിൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള മോൾഡുകൾ ചെറുതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒറ്റ കോട്ടിൽ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ പിന്നെ തണുത്തതിന് ശേഷം അതൊന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു 1-2 കോട്ട് വീണ്ടും അടിക്കുക. അതായത് ഒരു 3 കോട്ട് ടോട്ടൽ നിങ്ങൾ ചോക്ലേറ്റിനെ കവർ ചെയ്തെടുക്കുക. അപ്പോഴാണ് അത് നന്നായിട്ട് സേഫായിട്ട് അകത്ത് ഐസ്ക്രീം ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ 4 കപ്പിലും ഓരോ കോട്ട് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തണുപ്പിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വെള്ളം പോലെ ചോക്ലേറ്റ് കാണുന്നത് നമ്മൾ ഡാർക്കും അതുപോലെ മിൽക്കും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തത് കൊണ്ടാണ് കേട്ടോ. അത് ഞാൻ ശരിക്കും നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ 2 കളറിൽ കാണുന്നത്. ഇനി നമുക്കിത് ഒരു കോട്ടും കൂടെ കൊടുത്തിട്ട് നമുക്ക് വയ്ക്കാം. അപ്പം ശരിക്കും ഞാനിപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഈ ഒരു ഐഡിയ പറഞ്ഞു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഞാനിങ്ങനെ തന്നെ ഇതിനെ ഡീമോൾഡ് ചെയ്തെടുക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ കപ്പ് അങ്ങനെ ഡീമോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പല്ല. കുറച്ച് ഹാർഡാണ് ഇതിൻ്റെ വക്കൊക്കെ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കിവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കുകയും ചെയ്യുക, അതുപോലെ നിങ്ങളെ കാണിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ വീണ്ടും ഒരു കോട്ട് കൂടി കൊടുത്തിട്ടാണ് വീണ്ടും ഒന്ന് തണുപ്പിച്ചെടുക്കുന്നത്.
അപ്പോൾ ചോക്ലേറ്റ് 2 കോട്ട് കൊടുത്തിട്ട് ഞാനിവിടെ നന്നായിട്ട് പിന്നെ ഹാർഡാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഫ്രീസറിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഇത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ഫ്രീസറിൽ വെച്ചിട്ട് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഐസ്ക്രീം ഇട്ട് കൊടുക്കുക. അപ്പം ഇത്രയും ഐസ്ക്രീം നിറയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഐസ്ക്രീം മാത്രം ഒഴിച്ചിട്ട് അതിന് മേലെ നന്നായിട്ട് ചോക്ലേറ്റ് നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ഫില്ല് ചെയ്തെടുക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ, മോൾഡിൽ ചെയ്യുമ്പോൾ. പക്ഷേ എനിക്കിപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ നിറച്ചും ഐസ്ക്രീം ചെയ്യണത്. പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് ചെയ്യാം. ഇങ്ങനെ കപ്പിന് പകരം നമുക്ക് സ്പൂണ് കൊടുക്കാം. നമ്മൾ പാർട്ടി ചോക്ലേറ്റ് ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ വെറുതെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിനുള്ളിൽ കുത്തി വെക്കുകയാണ്. പക്ഷേ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്ത് എടുക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം നന്നായിട്ട് തണുത്താൽ മാത്രമേ, ഐസ്ക്രീമും കൂടി നന്നായിട്ട് തണുത്താൽ മാത്രമേ നമുക്ക് സ്റ്റിക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത്രയും സമയം, മണിക്കൂറുകൾ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ സമയം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്കിവിടെ ഒരു പാർട്ടി ചോക്ലേറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒരു സ്റ്റിക്ക് കുത്തി കൊടുത്തിട്ടാണ് ചെയ്യണത്. ഈ ഒരു കപ്പ് പേപ്പർ കപ്പിനേക്കാളൊക്കെ കുറച്ച് ഹാർഡാണ്. അതുകൊണ്ട് നമ്മളിപ്പം ഡിമോൾഡ് ചെയ്യണമെന്ന് വിചാരിച്ചാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ സാധാരണ സോഫ്റ്റ് സെൻറ്റഡ് ചോക്ലേറ്റുകൾ ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ മേലെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഐസ്ക്രീം കൂടുതലാണ്, അതുകൊണ്ടാണ് ചോക്ലേറ്റ് കവർ ചെയ്ത് നിൽക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്ത് ചെയ്യുന്ന ചോക്ലേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ, ഡിമോൾഡ് ചെയ്ത് എടുക്കാനുള്ളതാവുമ്പോൾ മേലെ ചോക്ലേറ്റ് ഇടാനുള്ള ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഐസ്ക്രീം ഫില്ല് ചെയ്യാനായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന 10 ഗ്രാമിൻ്റെയൊക്കെ മോൾഡുകൾ യൂസ് ചെയ്യരുത്. കുറച്ചും കൂടി വലിപ്പമുള്ളത് യൂസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഇപ്പോൾ മാർക്കറ്റുകളിൽ തന്നെ അവൈലബിൾ ആണ് ഇങ്ങനത്തെ ഐസ്ക്രീംസൊക്കെ, ഇങ്ങനത്തെ പാക്കറ്റുകളിൽ വരുന്നുണ്ട്. അമൂലിൻ്റെ ആണെന്ന് തോന്നുന്നു. പുതിയൊരു ഇത് അവർ ഇറക്കിയിട്ടുണ്ട്, ഐസ്ക്രീം ഇങ്ങനത്തെ, അതായത് ചോക്ലേറ്റ് കവർ ചെയ്തിട്ട് അകത്ത് ഐസ്ക്രീം ആയിട്ടുള്ളത്. നിങ്ങൾ മിക്ക ആളുകളും കഴിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. വളരെ ചെറുതുമായിരിക്കും, എന്നാൽ അതിനകത്ത് ഐസ്ക്രീമും ഉണ്ടാവും, പുറത്ത് ചോക്ലേറ്റും ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ചോക്ലേറ്റ് ഫില്ല് ചെയ്തെടുക്കുക, ഫ്രീസറിൽ വയ്ക്കുക, അതിനെ ഡീമോൾഡ് ചെയ്യുക, വീണ്ടും ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാനിത് പിന്നെ ജസ്റ്റ് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വലിയ കപ്പായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ, നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എക്സ്പീരിയൻസ് പറയാം. അതുപോലെ നമുക്ക് ഒരു 50 എണ്ണത്തിൻ്റെ 10 എണ്ണത്തിൻ്റെയൊക്കെ പാക്കറ്റ് ഒരുമിച്ച് പാക്ക് ചെയ്ത് പിന്നെ കവർ ചെയ്ത് നല്ല കവറിൽ കൊടുക്കണം. നമ്മൾ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കുന്നത് കൊണ്ട് നമ്മൾ കവർ ചെയ്ത് തന്നെ വേണം പാക്ക് ചെയ്യാനായിട്ട്. നമ്മൾ പേപ്പർ കവറൊന്നും യൂസ് ചെയ്യാത്തതാണ് നല്ലത്, നമ്മൾ ഫ്രീസറിൽ വെക്കുന്നതല്ലേ. അപ്പം അങ്ങനത്തെ കവറുകളിലാക്കി ക്ലിപ്പ് ചെയ്തിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റേറ്റ് വാങ്ങാനും ഒക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ചോക്ലേറ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചോക്കോ ബാർ നമ്മൾ ഡിപ്പ് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഡ്രൈ ആക്കി എടുക്കുന്നത്, അതിനെക്കുറിച്ചിട്ടൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.